തിരുവമ്പാടി രാമഭദ്രൻ എന്ന ആനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. 25 വർഷം മുമ്പ് തിരുവമ്പാടിയിൽ നടയിരുത്തിയ രാമഭദ്രന് 5 വർഷം മുമ്പ് ആരംഭിച്ച തുമ്പിയുടെ ശോഷിപ്പ് ഭേദപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 2015 ആഗസ്റ്റിൽ അപൂർവതരത്തിൽപ്പെട്ട ഒരു പാദരോഗം പിടിപെട്ടത്. ശ്രദ്ധാപൂർവമുള്ള ചികിത്സ കൊണ്ടും പരിചരണം കൊണ്ടും രോഗം മാറി സാധാരണ നിലയിലേക്ക് വരുന്ന തിരുവമ്പാടി കണ്ണൻ്റെ പൊന്നോമനയെ ദയാവധം നടത്തണമെന്ന് കാണിച്ച് ഒരു കൂട്ടം കപട മൃഗസ്നേഹികൾ കേന്ദ്ര വനം വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ്. ദയാവധം വേണമെന്ന് പറയുന്ന രാമഭദ്രനെ ശ്രദ്ധിക്കൂ. തിരുവമ്പാടി രാമഭദ്രൻ എന്നാണ് കേട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട്, അതായത് ഈ മാസത്തേക്ക് മെയ് മാസത്തിന് ശേഷം കഴിഞ്ഞ വർഷം മെയ് മാസം, അതായത് 2015 മെയ് മാസത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടാണ് ആന ഈ പറമ്പിലേക്ക് വന്നത്. അതിനുശേഷം ആനയ്ക്ക് പാദരോഗം ഉണ്ടാവുകയും പാദരോഗത്തിന് ചികിത്സിക്കുകയും അതോടൊപ്പം തന്നെ ആനയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന തുമ്പിയിലെ തളർച്ച, അതിന് ചികിത്സ കൊടുത്ത് ഒരു വിധം ആനകൾ എല്ലാ ഭക്ഷണം കഴിച്ചു വരികയാണ്. അതായത് തുമ്പിയിൽ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് മാറി അത്യാവശ്യത്തിന് തുമ്പിയിൽ ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. തുടർന്ന് ഒരു പാദരോഗം വന്നതിന് ശേഷമാണ് അത് കാലിൽ വ്രണങ്ങൾ രൂപപ്പെടുകയും അതിന് നമ്മൾ നൂതന തെറാപ്പിയായ ക്രയോതെറാപ്പി മുതൽ എല്ലാ ചികിത്സാ രീതിയും ചെയ്ത് ഇപ്പോൾ ആന ഒരു വർഷം നമുക്കറിയാം ആ തുടക്കത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. മുറിവുകളൊക്കെ തൂർന്ന് ഇപ്പോഴും അത് അവസാന ഹീലിംഗ് സ്റ്റേജിലാണ്. മുറിവ് ഉണങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരീരത്തിലെ പഴുപ്പുകളൊക്കെ മാറി സ്വന്തം ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ സ്വയമായിട്ട് എഴുന്നേൽക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതിന് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചികിത്സകൾ, അലോപ്പതി ആയുർവേദ ചികിത്സകൾ ഇതിന് കൊടുത്തിരുന്നു. അലോപ്പതി ചികിത്സയിൽ നമ്മൾ ഇതിൻ്റെ ആരോഗ്യ പ്രദാനം ചെയ്യുന്ന ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ തടയാനായിട്ട് ആൻറ്റിബയോട്ടിക് തെറാപ്പി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു മാനദണ്ഡത്തിൽ തന്നെയാണ് കൊടുത്തു വന്നിരിക്കുന്നത്. അതിന് നമുക്ക് വിശ്വാസമായ ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ രാമഭദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുന്നതിലുപരി അതിൻ്റെ റെസ്പോൺസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ടും ഓറിയൻറ്റഡ് ആണ് ചികിത്സാ രീതി. ഇപ്പോൾ പലതിനും വ്യത്യസ്തമായിട്ട് ആ ഒരു അപകട അവസ്ഥയിൽ നിന്ന് തരണം ചെയ്ത് ആന ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് എല്ലാ ദേവസ്ഥൻ്റെ ഭാഗത്തു നിന്നും അതിനോടനുബന്ധമായി നിൽക്കുന്ന എല്ലാവരുടെയും സഹകരണവും നമുക്ക് വളരെയധികം ഗുണം ചെയ്തു. അതുതന്നെയാണ് ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഭഗവാൻ തിരുവമ്പാടി കണ്ണൻ്റെ അനുഗ്രഹം ശരിക്കും കിട്ടിയിട്ടുള്ള ഒരു ആനയാണ് രാമഭദ്രൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ആന ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതും. അതിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതിന് റെസ്പോൺസ് കാണിക്കുന്നതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. കൂടാതെ ഇതിൻ്റെ മുറിവുകൾ ഉണങ്ങാനായിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് വരും നാളുകളിൽ പൂർണ്ണ ആരോഗ്യവാനായി നമുക്ക് ആനയെ അമ്പലത്തിൽ കൊണ്ടുപോയി ചിവയിലെടുക്കാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഭദ്രനാനും ഇപ്പോൾ യാതൊരു വാസ്തവം പറഞ്ഞാൽ വലിയ ലീനങ്ങളൊന്നുമില്ല. പ്രായം കുറച്ചുള്ള ആനയാണ്, അതല്ലാന്ന് ഞാൻ പറയില്ല. അതിന് കയ്യിന് കുറച്ച് അസ്വാധീനം ഉണ്ടായിരുന്നു, ഒരുവിധമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പാദരോഗം ഗംഭീരമായിട്ട് വന്നു. അത് കംപ്ലീറ്റ് കഷായത്തിൽ നിർത്തിയിട്ടും മുൻകുരുത്തികളും നെയ്യ് കൊടുത്തിട്ടും പെരട്ടിയിട്ടും അത് ഭേദമായിട്ടുണ്ട്. ഞാനൊരു 2-3 ആഴ്ച മുമ്പ് പോയി അവിടെ കണ്ടതാണ്. അപ്പോൾ ഗോപി വാരനെ ആസാധ്യമായിട്ട് തുടച്ച് വൃത്തിയാക്കി നിർത്തുക. ഇതിപ്പോൾ നമ്മൾ കാണുന്നതല്ലേ. പിന്നെ ആളുകൾക്ക് എന്തും പറയാട്ടോ, ആളുകൾക്ക് എന്തും പറയരുത്. ഒന്നും കാണുന്നില്ല, തരുന്നില്ല. പേപ്പറിലിപ്പോൾ മാധ്യമങ്ങളൊക്കെ അങ്ങനെ വരികയൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അസാധ്യമായിട്ട് കുട്ടിക്കാലത്ത് പണിയിട്ട് കൊലഞ്ഞിട്ടുള്ള ആനയാണത്. ഒക്കെ ഇപ്പോൾ ഇങ്ങനെയായിട്ട് നിൽക്കുക തന്നെ ഭാഗ്യമല്ല. പ്രായം ആയാൽ എല്ലാ രോഗവും പരിപൂർണമായിട്ട് ഭേദമായിക്കോണമെന്നൊന്നുമില്ല. പക്ഷെ ആനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല.
ഞാനിതിലെങ്ങനെയാണ് ഇൻവോൾവ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ആനയുടെ അസുഖം സംബന്ധമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾ പലപ്പോഴുമായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യന്മാരുടെ ഡോക്ടർമാരെ ഇൻവോൾവ് ചെയ്താൽ എല്ലാ മുറിവുകളും ഏകദേശം ഒരുപോലെയാണ് ഉണങ്ങുക. മനുഷ്യൻ്റേതായാലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആയാലും അതിൻ്റെ ഉണക്കത്തിൻ്റെ രീതിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഈ ഒരു കോൺടെസ്റ്റിലാണ് ഞങ്ങൾ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ്, മെഡിക്കൽ ഡോക്ടേഴ്സ്, മനുഷ്യൻ ഡോക്ടേഴ്സ് ആയ ഡോക്ടർ ഷാജി ന്യൂറോളജിസ്റ്റ്, ഞാൻ സർജൻ, അതുപോലെ തന്നെ ഡോക്ടർ ജൂഡോ പൾമണോളജിസ്റ്റ്, ഞങ്ങളെല്ലാവരും കൂടി ഡോക്ടർ ഗിരിദാസിൻ്റെ ഒപ്പം ഇവിടെ വന്ന് ആനയെ കാണുകയും പലപ്പോഴായിട്ട് ആനയെ വന്ന് കാണുകയും അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് സംബന്ധമായിട്ടുള്ള പല ഡിസ്കഷൻസും നമ്മൾ ചെയ്യുകയുണ്ടായി. അതൊരു കുറേ നാളുകളായിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട്. ഡോക്ടർ ഗിരിദാസും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ അധികാരികളായിട്ട് നമ്മൾ അതിന് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഈ ആനയ്ക്ക് കൊടുക്കുന്ന കെയർ വളരെ വളരെ ശുഷ്കാന്തിയോടുകൂടി നടക്കുന്ന ഒരു സന്ദർഭമാണ്. പിന്നെ എന്തൊരു മുറിവ് ഉണ്ടായാലും അത് ഉണങ്ങുന്നതിനായിട്ട് ഈവൻ മനുഷ്യരുടെ ഒരു ഡയബറ്റിക് ഫുഡ് ഉണ്ടായാൽ അത് ഉണങ്ങാൻ ഏകദേശം ഒരു 6-8 മാസം എടുക്കും അത് മുഴുവനായിട്ട് ഉണങ്ങി വരാനായിട്ട്. അതിൻ്റെ അതേ ഒരേപോലെയുള്ള ഒരു ഈവൻ്റാണ് ഈ ആനയെ സംബന്ധിച്ചാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു സമയം കൊടുക്കണം ആ മുറിവ് ഉണങ്ങുന്നതിനായിട്ട്. രണ്ടാമതായിട്ട് ആവശ്യം ആ മുറിവ് എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ മുറിവിനെ എങ്ങനെ കെയർ കൊടുക്കുന്നു, ഡെയിലി ഡ്രസ്സിങ് എന്നത്. അതിൽ എനിക്ക് പറയാനുള്ളത് വെറ്ററിനറി സർജൻസിൻ്റെ ഉപദേശത്തോട് കൂടെ തന്നെ മാത്രമല്ല, ഇന്ന് ഓരോ ദിനം പ്രതി കൊടുക്കുന്ന ആ മുറിവുകൾക്ക് കൊടുക്കുന്ന കെയർ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അതിന് വളരെ ശുഷ്കാന്തിയോടും വളരെ ആത്മാർത്ഥയോടും സ്വന്തം മകനോ മകൾക്കോ ചെയ്യുന്ന അതേ ഒരു ശുഷ്കാന്തിയോട് കൂടി ചെയ്തുകൊണ്ട് ഗോപിയേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തിരുവമ്പാടി ചന്ദ്രശേഖരനെ നടയിരുത്തിയ ഗോപിയേട്ടൻ ഒരു ദിവസത്തെ രാവിലെ ഇവിടെ 7 മണിക്ക് വന്നാൽ ഒരു രാത്രി ഉച്ചയ്ക്ക് ഒരു 12-1 മണി വരെ ഈ ആനയുടെ ഓരോ മുറിവുകളും നോക്കി സ്വന്തമായി ആ പാപ്പാമാരുടെ ഒപ്പം നിന്ന് ഡ്രസ്സ് ചെയ്ത് നിന്റെ ബലമാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുറിവിന് എത്രത്തോളം കെയർ കൊടുക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് ആ മുറിവിൽ കാണുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കാണുന്ന ആ മുറിവിൻ്റെ ഉണക്കത്തിൻ്റെ പ്രോഗ്രഷൻ, അത് ആ മുറിവിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു എവിഡൻസ് ആണ്. അതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അതിന് പ്രശംസ അറിയിക്കുന്നത് ഞാൻ പറയുന്നത്. നടത്തണമെന്ന് പറഞ്ഞ പത്രം ഇതിനപ്പം 3-4 മാസത്തോളമായിട്ട് ഞാൻ വന്ന് ഡ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഡോക്ടറോ അല്ലെങ്കിൽ കമ്പൗണ്ടറോ അല്ല, എൻ്റെ ആത്മാർത്ഥതകൾ ചെയ്യുന്നു. എല്ലാ ഡോക്ടർമാരെയും കൺസൾട്ടേഷനിൽ പ്രകാരം ഞാൻ ഡ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഒരു പരിധിവരെയല്ല 90% ബെറ്ററായി ശരിയായിരുന്നാണ് എൻ്റെ ഒരു പക്ഷം. പിന്നെ ഞാൻ മാത്രമല്ല അതിൻ്റെ ആൾ, ഞാൻ പറയുന്നത് പോലെ അതേപടി വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാ ചെയ്തോണ്ടിരിക്കും. അതിൻ്റെയൊക്കെ ആത്മാർത്ഥതയാണ് അതിനൊക്കെ കാരണം. ജീവഹാനിക്കുള്ള യാതൊരു കാര്യങ്ങളും ഇതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട. ഇനി അത് ഒരു 100% ഞാൻ പറയുന്നു. രണ്ട് മുൻകാലുകളിലും ഒരു പിൻകാലിലുമാണ് കൂടുതലായിട്ട് മുറിവുകൾ ഞാൻ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അത് വളരെ വിശദമായിട്ടുള്ളൊരു പരിശോധനയും അത് ഉണക്കത്തിൻ്റെ ഒരു സ്റ്റേജാണെന്ന് മനസ്സിലാക്കുന്നു. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഹീലിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയ്ക്ക് ദിവസേന ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല, കഴിഞ്ഞ 1 വർഷമായി എഴുന്നള്ളിപ്പിന് പോലും പുറത്തേക്ക് പോലും വിടാതെ ഈ സുഖസൗകര്യങ്ങൾ ഒരുക്കി ആനയെ ചികിത്സിച്ചത് ഞങ്ങളിൽ ഒരാളായി തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിലുണ്ണിയായ രാമഭദ്രൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഭദ്രനാനയുടെ പാപ്പാനാണ്. ആനയ്ക്ക് കൃത്യമായ സമയത്തിനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടോണിക്കുകളുണ്ട്, പുല്ലുകളുണ്ട്,
കോറയുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആനയ്ക്ക് ഓരോരോ സമയങ്ങളിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുക്കുമ്പർ, തണ്ണിമത്തൻ, ഈ വക സാധനങ്ങൾ. പിന്നെ ആന പുല്ലുകൾ വരെ ഇത്തിരി വൈകി കഴിഞ്ഞാൽ ഉടനെ അടി ഞങ്ങൾ നല്ല പനമ്പട്ട തളർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിയിട്ട് കൊടുത്താൽ അത് മര്യാദയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തീറ്റയുടെ കാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ എനിക്കൊരു ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ വളരെ ഭംഗിയായി പരിപാലിച്ചു കൊണ്ടുവരുന്നതും എഴുന്നള്ളിപ്പുകൾക്കും മറ്റും ഉപയോഗിക്കുന്നതുമായ ആനകളെ എല്ലാം ഏതെങ്കിലും ഒരു സാങ്ച്വറിയിലേക്ക് മാറ്റണമെന്നാണ് പുതിയ ചില ചിന്തകരുടെ അഭിപ്രായം. ഈ ചിന്തകളൊക്കെ അവർക്കുണ്ടായത് വാസ്തവത്തിൽ പണത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറമേയുള്ള വളരെയധികം രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ വരുന്ന ഒരുപാട് NGOകൾ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ NGOകൾക്ക് ആനകളെ നോക്കുന്നതിന് പണം ലഭിക്കും. അതിൻ്റെ പേരിൽ അവർ സാങ്ച്വറിയിലേക്ക് മാറ്റുന്ന ആനകളെ എന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും പുറകിലുള്ള രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ഇതിൻ്റെ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവർക്ക് അവരുടെ നോട്ടം പണത്തിലാണ്. അതേസമയത്ത് വിദേശത്തുള്ളവർക്ക് നമ്മുടെ നാടിൻ്റെ ഉത്സവ സംസ്കാരം തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ഈ ഉത്സവങ്ങൾ നടത്തുന്നത് തന്നെ മനുഷ്യർക്ക് മാനസിക ഉല്ലാസം പകർന്ന് ഒരു വർഷക്കാലത്തേക്ക് അവരുടെ മനസ്സിനും ബുദ്ധിക്കും ആരോഗ്യം നൽകുന്നതിനു വേണ്ടിയും ഒരു സാമൂഹ്യ ബോധം നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. ഇത് രണ്ടുമില്ലാതായാൽ, നമ്മൾ തമ്മിലുള്ള പാരസ്പര്യമില്ലാതായാൽ നമ്മൾ ഒറ്റപ്പെട്ട മനുഷ്യരായിത്തീരും. അങ്ങനെ നമ്മുടെ സംസ്കാരം, ഏകതയുടെ സംസ്കാരം നശിക്കണം എന്നാണ് ഈ വിദേശത്തു നിന്ന് ഈ NGOകളെ ഫണ്ട് ചെയ്യുന്ന ഏജൻസികളുടെ ഉള്ളിലിരിപ്പ് എന്ന് നമ്മുടെ ആളുകൾ മനസ്സിലാക്കാൻ വൈകിക്കൂടാ. നമ്മളുടെ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തനം തുടങ്ങേണ്ടിയിരിക്കുന്നു.